ബംഗ്ലാദേശിലെ ജൻസി സമരമുഖമായ യുവനേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തിൽ യൂനിസ് ഭരണകൂടത്തിന് നേരെ വിരൽ ചൂണ്ടുകയാണ് സഹോദരൻ ഷെരീഫ് ഒമർ ഹാദി. ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് കൊലപാതകം നടത്തിയതെന്നാണ് ആരോപണം. ഉസ്മാൻ ഹാദിക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ മുഹമ്മദ് യൂനിസിനും ഷെയ്ഖ് ഹസീനെ പോലെ രാജ്യം വിട്ടോടേണ്ടി വരുമെന്നും ഒമർ ഹാദി മുന്നറിയിപ്പ് നൽകി. ബംഗ്ലാദേശിൽ നിലവിൽ അധികാരത്തിലുള്ള യൂനിസ് സർക്കാരിലെ ഒരു വിഭാഗമാണ് സഹോദരന്റെ കൊലയ്ക്ക് പിന്നിലെന്നാണ് ഒമർ പറയുന്നത്. നിങ്ങളാണ് ഉസ്മാൻ ഹാദിയെ കൊന്നത്, ഇപ്പോൾ ഈ വിഷയം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ഒമറിന്റെ വാക്കുകൾ. ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കരുതെന്നും ഉസ്മാൻ ഹാദി ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. യൂനിസ് ഭരണകൂടത്തിലെ ഒരു വിഭാഗം ഈ കൊലപാതകം നടത്തിയത് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനോ തടസ്സപ്പെടുത്താനോ വേണ്ടിയാണെന്നാണ് ഒമർ ആരോപിക്കുന്നത്. ഉസ്മാൻ ഏതെങ്കിലും ഏജൻസികൾക്കോ വിദേശ മാസ്റ്റർമാർക്കോ മുന്നിൽ മുട്ടുമടക്കിയില്ല, അതാണ് കൊലപാതകത്തിന് കാരണമെന്നും ഒമർ പറയുന്നു. വേഗത്തിൽ വിചാരണ നടത്താനും തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിന് തടസ്സമുണ്ടാക്കാതിരിക്കാനും അധികാരികൾ ശ്രദ്ധിക്കണമെന്നും ഒമർ ആവശ്യപ്പെട്ടു. നീതി ലഭിച്ചില്ലെങ്കിൽ ഭരണകൂടം ബംഗ്ലാദേശ് വിട്ടോടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഉസ്മാൻ ഹാദിക്കുള്ള നീതി ലഭിച്ചില്ലെങ്കിൽ ഷെയ്ഖ് ഹസീനെ പോലെ ഒരു ദിവസം നിങ്ങളും ബംഗ്ലാദേശ് വിട്ടോടേണ്ടി വരുമെന്ന് ഒമർ പറഞ്ഞു.